അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓപ്പൺ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചെറിയ വീണ്ടും ഒരു പുതിയ സ്പെഷ്യൽ ഡിഷുമായി വന്നിരിക്കുകയാണ്. ചിക്കൻ പുലാവുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ വീണ്ടും അടുക്കള നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് തന്നെ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്നത് കാണണം. എന്താ പറയുക കേട്ടോ, എനിക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ പുലാവിന് വേണ്ട കായ്കറികൾ ചെറിയായിട്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സവാള, തക്കാളി, പിന്നെ നമ്മുടെ ചിക്കനും ഉണ്ട്. ചിക്കനുണ്ട്. പിന്നെ അരി നനച്ചാണോ ചെറിയ അരി കുതിർത്ത് വെച്ചത് അരി 1 കിലോ ഉണ്ട് നമുക്ക് കുതിർത്ത് വെച്ചത്. പിന്നെ ക്യാരറ്റ് 2 ക്യാരറ്റും ഉണ്ട്. ഇത് മാത്രമേ നമുക്ക് ഐറ്റം. പിന്നെ പച്ചക്കറി ഐറ്റംസ് ഇതും. പിന്നെ ചിക്കൻ, അരി, പിന്നെ വന്നിരിക്കുന്ന കുറച്ച് എണ്ണ, ഗോൾഡ് വിന്നറിൻ്റെ 4 ലിറ്റർ എണ്ണ, ഗരം. ഇത് ചെറിയായിട്ട് തന്നെ വീട്ടിൽ അരച്ച് സെറ്റ് ചെയ്ത പൊടിയാണ് ഗരം മസാല. പിന്നെ ഉപ്പുണ്ട്. പിന്നെ ഒരു പഞ്ചസാരൻ്റെ ചെറിയൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയുണ്ട്. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലേ, ഉണക്കമുന്തിരി നനച്ചതാണ്. ഇതാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. വേറെ ഒന്നുമില്ല, സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിന്ന് ചിക്കൻ പുലാവ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് കടായി റെഡിയായി. കടായി അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ആവശ്യത്തിന് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടായിയെല്ലാം ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. അതിലൂടെ ഒരു 200 ml സൺഫ്ലവർ ഓയിൽ ചേർത്തി കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള 1 കിലോ അരിക്ക് നമുക്ക് 1/4 കിലോ സവാളയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ സവാള നമ്മൾ സ്ലൈസായി കട്ട് ചെയ്തിട്ട് നല്ല അത്യാവശ്യം ബ്രൗൺ ആവുന്നവരെ നമ്മളൊന്ന് ഇളക്കി വാറ്റിയെടുക്കുക. സവാള പാകമായി വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചൂസ് ചെയ്യുമ്പോൾ വലിയ സൈസുള്ള ആപ്പിൾ തക്കാളി ഉണ്ട്, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന നാടൻ തക്കാളി ഉണ്ട്. അപ്പോൾ ആപ്പിൾ തക്കാളി തന്നെ പരമാവധി ഉപയോഗിക്കുക. അതാണെങ്കിൽ പുളിപ്പ് കുറവായിരിക്കും, നല്ല കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ തക്കാളിയും ഈ സവാളയും എല്ലാം കൂടി ഒന്ന് ചോപ്സ് വരവൊക്കെ ആക്കുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്തി കൊടുക്കാം. 1 കിലോ അരിക്ക് 1.25 കിലോ ചിക്കനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ പീസ് കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ സൈസായിട്ടുള്ള നല്ല ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുക. അത് എണ്ണയിലൊക്കെ ഇട്ടത് ഒരു പകുതി വേവുന്ന വരെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഉടയാതെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പുലാവൊക്കെ റെഡിയായി വരുമ്പോൾ ചിക്കനൊക്കെ ഉടഞ്ഞ് പോയിട്ടുണ്ടാകും. ഇതാണെങ്കിൽ മുഴുവൻ പീസായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ഈ എണ്ണയിൽ പകുതി വേവിച്ചെടുക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിനി റൈസൊക്കെ ഇതിലാണ് ഇട്ട് വേവിക്കുക. അപ്പോൾ അത് അതിലോട്ട് ബാലൻസ് ചെയ്ത് പോയിക്കോളും. ഉപ്പ് എല്ലാവിടെയും സെറ്റാവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി വേവിപ്പിക്കുക. 1 പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം, ആ ഒരു കണക്കിൽ തന്നെയാണ് നമ്മളിപ്പോൾ വെള്ളം എടുത്തിരിക്കുക. ചിക്കൻ പാതി ഇനി വേഗം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുക. ബാക്കി വെള്ളം നമ്മൾ ചിക്കൻ റൈസൊക്കെ ഇടാൻ പോകുമ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ലിഡൊക്കെ ഒന്ന് അടച്ച് ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ചിക്കനൊക്കെ റെഡിയായി തിളച്ച്
ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ നമ്മൾ ഇനി ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗരം മസാല നമ്മൾ തയ്യാറാക്കിയത് അതിന് വേണ്ട പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം, ജാതിപത്രി, കുരുമുളക്, മല്ലി, പിന്നെന്താണ്, പെരുംജീരകം, ചെറിയ ജീരകം, ഇത്ര ഐറ്റങ്ങൾ ചേർത്തിട്ട് നമ്മളൊരു അളവിന് ചേർത്തിട്ട് നമ്മൾ തന്നെ പൊടിച്ച് എടുത്ത് തയ്യാറാക്കിയ ഒരു ഐറ്റമാണ് ഈ ഗരം മസാല. അത് ചേർത്തി നന്നായിട്ടത് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ചിക്കനിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഒന്ന് ചേർത്തി കൊടുക്കുക. ബസുമതി റൈസ് നന്നായി വാഷ് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നന്നായി കുതിർത്തിരിക്കുക. അത് നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഒപ്പം ലെവലാക്കി നമ്മൾ നേരത്തെ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എന്ന ലെവലിൽ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാതി വെള്ളം നമ്മൾ ചിക്കനൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. ബാക്കിയുള്ള വെള്ളമൊപ്പം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വെള്ളം കൂടി ഒന്ന് ഒപ്പം ഒഴിച്ച് ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ അടച്ചിട്ടിട്ട് ഒന്ന് വേവിക്കുന്നു. ചിക്കൻ ബാക്കി അടച്ചിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് റൈസ്. അപ്പോൾ നമ്മുടെ ചിക്കനും ആ റൈസും എല്ലാം കൂടി വെള്ളത്തിൽ കിടന്ന് തിളച്ച് മറിഞ്ഞാണ്ട് വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് കിടന്ന് വെള്ളം വറ്റുന്നതെന്ന് വേവട്ടെ. അത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ബിരിയാണി ആയാ ബിരിയാണി അല്ലത്. പുലാവിൽ 80% വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ക്യാരറ്റ് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ചേർത്തി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി നമ്മൾ കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചൊന്ന് കിസ്മിസ് ആഡ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് നമ്മൾ കടലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രീകുട്ടൻ്റെ കടലയാണ്, അത് അവൻ അറിയാതെ നൈസായിട്ട് ചേർക്കുകയാണ്. പണി പാടി. ശ്രീകുട്ടൻ കടലിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞു കൊടുത്തു. പണിയായല്ലോ. ആ കിസ്മിസിനും ആ ക്യാരറ്റിനൊക്കെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1/2 സ്പൂണ് പഞ്ചസാര അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ ആ ലിഡ് ഒരു കോട്ടൺ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് എയർ ടൈറ്റായിട്ട് നമ്മൾ ആ പുലാവ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ ദം വെച്ച് കഴിഞ്ഞിട്ട് ചെറിയേട്ടൻ സെറ്റായിട്ട് ദമ്മ് പൊടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ദമ്മ് എങ്ങനെ പൊടിച്ചിട്ട് എന്താ ഐറ്റം എങ്ങനെ ആയെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ കേട്ടോ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഒന്ന് കറക്റ്റാണ് കേട്ടോ. ഒരു മിനിറ്റ്. അങ്ങനെ എടുത്ത് നോക്കട്ടെ. നമ്മുടെ ഐറ്റം വന്ന് സെറ്റായിട്ടുണ്ട്. ഇതാ കേട്ടല്ലേ, ഇതായിട്ട് ഇന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ആയി. ആണ് സെറ്റായിട്ട്. ഓ ശ്രീകുട്ടൻ വെയിറ്റിംഗ് ആണ് ബിരിയാണിക്ക് വേണ്ടി. എന്താ ശ്രീകുട്ടാ? ഒന്നുമില്ലാത്ത ബിരിയാണി വേണം. ശരി, ശ്രീകുട്ടൻ ഒന്നുമില്ലാത്ത ബിരിയാണി തരാം കേട്ടോ. ശ്രീകുട്ടൻ ബിരിയാണി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ആ കോട്ടൺ തുണി കൊണ്ട് ലിഡ് കവർ ചെയ്ത് നമ്മൾ ആ പുലാവൊക്കെ അടച്ച് വെച്ച് 10 മിനിറ്റ് ആ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് വേവിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ആ ദമ്മ് അങ്ങനെ പൊട്ടിക്കാതെ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് അരി പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം സെപ്പറേറ്റ് തന്നെ വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കറക്റ്റ് നല്ല വേവായിട്ട് കിട്ടിയിട്ടുണ്ട് റൈസൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് വിളമ്പി അതിൻ്റെ മുകളിൽ ചിക്കൻ പീസൊക്കെ ഇട്ട് ഏറ്റവും മുകളിൽ കുറച്ച് കിസ്മിസും ക്യാരറ്റും ഇട്ട് കണ്ട് സെർവ് ചെയ്യാം. ഓ എനിക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടായത്. അണ്ടിപ്പരിപ്പില്ലപ്പാ. അപ്പോഴേ ഞാൻ ഇതിൽ അണ്ടിപ്പരിപ്പ് കണ്ടു. അച്ചക്ക ഇതൊന്നും എനിക്ക് വേണ്ട അച്ചക്ക, ഞാൻ ഇതാണ് തിന്നത്. അച്ചക്ക 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 ഞാൻ ഇതാ തിന്നത്, ഇതൊന്നും വേണ്ട അച്ചക്ക. അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോകണം. കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ശ്രീകുട്ടാ ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ നോക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട് അല്ലേ? ചിക്കൻ്റെ ചെറിയ പീസ്, ചിക്കൻ്റെ ചെറിയൊരു പീസും കുറച്ച് റൈസും ക്യാരറ്റ്.
ഓ അതായത് മസാല ഐറ്റംസ് ഒന്നുമില്ല. ചിക്കനിൽ ഉപ്പും ആ ഗരം മസാല മാത്രമേ ഉള്ളൂ. ആ ചിക്കൻ വെള്ളം ഇറങ്ങിയിട്ട് റൈസ് മൊത്തം പിടിച്ചിരിക്കുന്നത്. ആ ഉപ്പും ചിക്കൻ ആ ഗരം മസാലയും ടേസ്റ്റും പിന്നെ ആ ക്യാരറ്റും ഉണക്കമുന്തിരി ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറായിട്ട്. അപ്പോൾ പറയാൻ ഒന്നുമില്ല, നമുക്ക് നന്നായിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ കുത്തോ കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ടുണ്ട്. ഓക്കെ നന്നായിട്ടോ? നമുക്ക് കഴിക്കണ്ടേ? അപ്പോൾ ശരി.